നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യ അതിഥി സ്വാമി അയ്യപ്പദാസാണ്. അയ്യപ്പദാസ് സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു 1,00,000 രൂപ പുസ്തകം, പക്ഷേ അതൊന്നും അല്ല, നമുക്ക് വിലമതിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ തലമുറകൾ തീർന്നുകൊണ്ടിരിക്കുക പുസ്തകത്തിൽ കൂടെ അറിവില്ലായ്മ, മൊബൈലിൽ കൂടെ തന്നെ. അപ്പോൾ അതിന് വിലമതിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും. അത് മഹത്തായ ഒരു സംഭാവനയാണ്. അപ്പോൾ സ്വാമിയെപ്പറ്റി നമുക്ക് കുറച്ച് ചോദിച്ചറിയണ്ടേ. സ്വാമി, ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ സേവന രംഗത്ത് ഈ പ്രവർത്തനങ്ങളിലേക്ക് സ്വാമി എത്ര വർഷമായി വരാൻ തുടങ്ങി? 55 വർഷത്തിന് മുകളിൽ. 55. ഏതെല്ലാം മേഖലകളിൽ സ്വാമി പ്രവർത്തിച്ചിട്ടുണ്ട്? സാമൂഹ്യ രംഗത്തും അതേപോലെ തന്നെ ആധ്യാത്മിക രംഗത്തും ഒരുപോലെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വാമിയുടെ വിഷയങ്ങളിലും അതിൽ ഉള്ള പോരായ്മകൾ പരിഹരിക്കുന്നതൊക്കെ സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെട്ട അതിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്താവുന്ന എന്താണുള്ളത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഏത് സ്ത്രീകൾക്കും പ്രവേശിക്കാം എന്നുള്ള ആ ഒരു വിധി, അത് തീർച്ചയായിട്ടും ഭക്തർക്ക് അവരുടെ വികാരത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത ഒന്നാമത്തെ വ്യക്തി ഞാൻ തന്നെയാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിന് ഹൈന്ദവ സംസ്കാരവും നിലനിൽക്കുന്ന ജീവത്യാഗ പോരാട്ടങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ ഈ സ്വാമിയുടെ ഗുരുകുല രീതിയും ഇത്രയും പുസ്തക ശേഖരണവും, വലിയ വീട് കാണിച്ചു തരാം, വീട്ടിൽ ഭയങ്കര എത്രയോ പുസ്തകങ്ങളാണ്, ഏതെല്ലാം കാലത്തുള്ളതാണെന്ന് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു അംശമാണ് ഇന്ന് സ്വാമി വരും തലമുറയ്ക്ക് പകർന്നു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചടങ്ങാണ് നമുക്കിന്നിപ്പോൾ കാണാൻ പോകുന്നത്. എന്തായാലും ആ ഗുരുകുല രീതിയും കൂടെ സ്വല്പം ഒന്ന് കേൾക്കാം. 1989 എൻ്റെ ഒരു ഓർമ്മ. ഇന്നത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പേര് നഷ്ടപ്പെട്ടു. അതായത് ജനസംഘം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ 14ാമത് അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നതിൻ്റെ എത്ര വർഷം മുമ്പാണെന്ന് നോക്കിക്കോളൂ. 1989 ആണെങ്കിൽ 24-11 35 വർഷം മുമ്പുള്ള രേഖ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ എനിക്ക് സാധിക്കും, എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നതായ എന്ന് പറഞ്ഞാൽ ജനസംഘം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നില്ല. ജനസംഘത്തിന് പകരമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി നിലനിൽക്കുന്നത് എന്നറിയുക. സ്വാമിയുടെ ജന്മസ്ഥലമായ കാരിക്കോട്ട് ഭഗവതി അമ്മയുടെ അടുത്തുള്ള ചാലങ്കോട് ശാസ്താവ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചാലങ്കോട് അമൃതകലശ ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പവിത്രമായ തിരുമുറ്റത്തു നിന്നാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. എന്തായാലും ഇത് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് സ്വാമി അയ്യപ്പദാസത്തിൻ്റെ ഭവനത്തിലേക്കാണ്. സ്വാമി അയ്യപ്പദാസ് തത്വമസി ഭവനം, ഇടുക്കി തൊടുപുഴ, ചാലങ്കോട്. ജീവിതം സന്യാസത്തിൽ കൂടെ മാത്രം സമൂഹത്തിൽ നന്മകൾ നൽകിയും ആധ്യാത്മികതയുടെ വഴിയിൽ മാത്രം നിരവധി സേവനങ്ങളാണ് സമൂഹത്തിന് പകർന്നു നൽകാൻ സാധിച്ചിട്ടുള്ളത്. 1950 മാർച്ച് 22 കുമ്പളപ്പള്ളി പരമേശ്വരൻ നായരുടെയും കോമളവല്ലിയുടെയും മൂത്ത പുത്രനായിട്ടാണ് പൂജിതനായത്. വിദ്യാഭ്യാസത്തിന് ശേഷം രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനസംഘത്തിൽ സംസ്ഥാനതല ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ 34ാമത്തെ വയസ്സിൽ സർക്കാർ ജോലിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവേശിക്കുകയും 2005 റിട്ടയർമെൻറ്റ് വിരമിക്കൽ ചടങ്ങ് പൂർത്തീകരിക്കുകയും ചെയ്തു. എന്നാൽ അതിനു മുമ്പ് തന്നെ അടിയന്തരാവസ്ഥ സമരമുറകളുടെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുകയും 16 മാസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊടുപുഴയിൽ തന്നെ ജനവിരുദ്ധ സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായി പോരാടുകയും എന്നാൽ തികച്ചും ഒരു പരിസ്ഥിതി പ്രകൃതി സ്നേഹിയും നാട്ടിൽ അപൂർവങ്ങളായി കണ്ടുവരുന്ന വെച്ചൂർ പശുക്കളെ പരിപാലിക്കുകയും വീടും പരിസരവും അപൂർവ സസ്യ ഔഷധങ്ങളുടെ വൃന്ദാവനം തന്നെയാണ്. ഇപ്പോൾ അവസാനം വന്ന ഭാഗ്യം 75ാമത്തെ വയസ്സിൽ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം
വീട്ടിലെ വിശ്രമവേളയിലാണ് തൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പത്തിൽ ഒന്നായ പുസ്തകങ്ങളുടെ ശേഖരണത്തിൻ്റെ ഒരു ഭാഗം ശബരിഗജ ആശ്രമത്തിലെ മണികണ്ഠ ഗുരുകുലത്തിന് സംഭാവന നൽകിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് നൽകിയ സമയകാലങ്ങൾക്ക് നന്ദി പ്രകാശനമാണ് ഇതൊക്കെ. ഈ പുസ്തകദാനധർമ്മം മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ വലിയ ഒരു ചടങ്ങ് തന്നെയായിട്ടാണ് നടത്തപ്പെട്ടത്. ഇത് വാൽമീകി രാമായണം, 2 വാല്യമുണ്ട്. വാൽമീകി രാമായണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഗഭാഗവതം, ഇത് ഭാഗവതത്തിൻ്റെ മൂലം. ഇതിനകത്ത് സംസ്കൃത ഭാഗമുണ്ട്, അതിൻ്റെ മലയാളമുണ്ട്. മുഴുവിള പരാവർത്തനം ചെയ്തതാണ് ഈ ബുക്ക്, കിട്ടാനില്ല. ഈ ഇരിക്കുന്നതാണ് ശരിക്കും തുടക്കം എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ തുടക്കം ലോകത്തിൽ കുറിച്ചത് വേദങ്ങളിലൂടെയാണ്. ആ ഗ്രന്ഥങ്ങളാണ് ഈ ഇരിക്കുന്ന 4. ഇങ്ങനെ വിലമതിക്കാൻ പറ്റാത്ത പുസ്തക ശേഖരണങ്ങളുടെ കൂടെ തൻ്റെ രാഷ്ട്രീയ മാറ്റത്തിൽ ഐതിഹ്യങ്ങളായ പുസ്തകങ്ങളുമുണ്ട്. ജനസംഘം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ ജനസംഖ്യ പത്രികയാണിത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ കാര്യം 14ാം വാർഷിക സമ്മേളനം, കേരള പ്രദേശത്തിൻ്റെ വാർഷിക സമ്മേളനം, അതിൽ പിന്നെ അന്നത്തെ നേതാക്കന്മാർ മുഴുവൻ പങ്കെടുത്തത് അവരുടെ ഫോട്ടോസാണ്. ഇതൊന്നും ആരുടെയും കയ്യിലിപ്പോൾ ഇല്ല. കുംഭമേളയ്ക്ക്, അതായത് 2020 ചരിത്രപ്രസിദ്ധമായ ഭാരതത്തിൽ നടന്ന കുംഭമേളയ്ക്കും പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റും കാണാം. 2019 മകരസംക്രാന്തി ദിവസം നടന്ന 2019 കുംഭമേളയിൽ പങ്കെടുത്തതിന് ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമാണ് ഇത്. കുംഭ 2019. ഇങ്ങനെ ഭാരതീയ ഇതിഹാസ ചരിത്രങ്ങളിൽ സന്യാസിമാരുടെ ജീവിത സംഭാവനകൾ നിരവധിയാണ്. അതിൽ ഇപ്പോഴും നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ ചാലങ്കോട് ജീവിച്ചിരിക്കുന്ന ഈ സ്വാമി നമുക്കെല്ലാവർക്കും അഭിമാന നിമിഷമാണ്. 500-ലധികം പുസ്തകങ്ങളാണ് വരും തലമുറയ്ക്ക് സംഭാവന ചെയ്തുകൊണ്ട് വീണ്ടും നമ്മുടെ തലമുറകൾ വായിച്ചു വളരുക, അറിവിൽ കൂടി നമ്മുടെ ഭാരതീയ സംസ്കാരം നിലനിൽക്കുക എന്ന് മഹത്പൂർണമായ ഒരു സന്ദേശവും സന്യാസിമാരുടെ ഒരു കർത്തവ്യബോധവുമാണ് ഇവിടെ കാണപ്പെടുന്നത്. എല്ലാവരുടെയും ജീവിതം വിജയഭവോ എന്ന് ആശംസിച്ചുകൊണ്ട് കാണുക തൊണ്ടിക്കുഴ അയ്യപ്പസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്ന പുസ്തക ശേഖരണ വിതരണത്തിൻ്റെ ഉദ്ഘാടനവും അനുബന്ധിച്ച് നടന്ന ചടങ്ങുകളും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.